ഓരോ ജില്ലകളിലെയും നിയമന സാധ്യത എന്തെന്നറിയുക. നിങ്ങൾ സാമുദായിക സംവരണമുള്ള ആൾ, അവിടെയുള്ള റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം. അവൻ കൊല്ലം ജില്ലക്കാരനാണെങ്കിൽ കൊല്ലം ജില്ല വിട്ടുപോകേണ്ട ഒരു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന LPSA UPSA നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നു. അവിടെ പഠനം എന്നുള്ള കാര്യം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല. ഏതു ജില്ലയിൽ നിങ്ങൾ അപേക്ഷ അയച്ചാലും പഠിച്ചേ മതിയാകൂ. അതിനൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷെ അപേക്ഷ അയക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പരിഗണിക്കേണ്ടതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ഉദ്യോഗാർത്ഥിക്കും വ്യത്യസ്തങ്ങളായിരിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശകമാകത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് എന്ന് കരുതി നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഏത് ജില്ലയിൽ അയക്കണമെന്നൊരു കമന്റ് ഇട്ടാൽ അതിന് എന്നിൽ നിന്ന് മറുപടി കിട്ടില്ല. നമുക്കങ്ങനെ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളോട് ഇന്ന ജില്ലയിൽ അയക്കൂ എന്ന് പറയുവാൻ കഴിയുകയില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ഗൈഡൻസ് ഈ വീഡിയോയിൽ ഉണ്ടാകും. നമുക്കറിയാം 30/12/2023 ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിട്ടുണ്ട്. അവിടെ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യമായി സൂക്ഷിക്കേണ്ട ഒരു ചിത്രം PSCയുടെ റൊട്ടേഷൻ ചാർട്ടാണ്. അവിടെ ഓരോ 100 വേക്കൻസിയിലും 40 വേക്കൻസിയിൽ മാത്രമാണ് പൊതുവായി എല്ലാവർക്കും മത്സരിക്കാൻ കഴിയുക. 10% EWSന് വേണ്ടി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ 40-ൽ എല്ലാവരുമായി ചേർന്ന് പൊതുവേയും 10-ൽ പ്രത്യേകിച്ചും അവർക്ക് മത്സരിക്കാൻ കഴിയും. ഈഴവ വിഭാഗത്തിന് 14% സാമുദായിക സംവരണമുണ്ട്. മുസ്ലിം 12, SC 8, ST 2, OBC 3, LCI 4, വിശ്വകർമ്മ 3, SIUC നാടാർ 1, ഹിന്ദു നാടാർ 1, ധീവര 1, OX എന്നറിയപ്പെടുന്ന SCC 1. ഇങ്ങനെയാണ് റൊട്ടേഷന്റെ ക്രമം. നിങ്ങൾ സാമുദായിക സംവരണമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈഴവ, മുസ്ലിം, SC ST OBC LCI വിശ്വകർമ്മ SIUC നാടാർ, ഹിന്ദു നാടാർ, ധീവര, OX എന്നറിയപ്പെടുന്ന SC ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും വരും. മുന്നോക്ക വിഭാഗത്തിലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ EWS എന്ന വിഭാഗത്തിൽ വരുന്നുണ്ട്. പക്ഷെ മുന്നോക്ക വിഭാഗത്തിൽ EWS ആനുകൂല്യം കിട്ടാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഈ 40% മാത്രമേ മത്സരിക്കാൻ കഴിയൂ. ഈ 40% എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും മത്സരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിനു പുറമെ PH റിസർവേഷൻ കൂടിയുണ്ട്. അത് 3. അപ്പോൾ നമ്മൾ എപ്പോഴും 103 വേക്കൻസികളാണ് കണക്കാക്കേണ്ടത്. 103 വേക്കൻസികളിൽ 3 വേക്കൻസി 103 അല്ല 104 ഇപ്പോൾ. 4% സംവരണമാണ് ഇപ്പോൾ PHനുള്ളത്. ആ 104 വേക്കൻസികളിൽ 4 വേക്കൻസി PHന് പോകുന്നു. പിന്നീട് 100 വേക്കൻസികളിലാണ് ഇത്തരത്തിൽ നിയമനമുണ്ടാവുക. ഇവിടെ LPSAയുടെ ലിസ്റ്റ് 31/5/2022 നിലവിൽ വന്നതാണ്. ഈ ലിസ്റ്റിന്റെ കാലാവധി 30/5/2025 വരെയാണ്. എങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്തില്ല എങ്കിൽ, എന്താണ് ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ആ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലുള്ള എല്ലാവരും തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒരിക്കലും ആളിനെ എടുക്കുകയില്ല. ആ അവസ്ഥയാണ് എക്സോഷൻ എന്ന് പറയുക. അങ്ങനെ അത് എക്സോസ്റ്റ് ചെയ്തില്ലെങ്കിൽ 30/5/2025 വരെ ഈ റാങ്ക് പട്ടികയ്ക്ക് കാലാവധിയുണ്ട്. പക്ഷെ ഈ കാലാവധി വരെ മുൻ റാങ്ക് പട്ടിക നീണ്ടു പോകുമെന്ന് നമ്മൾ കരുതരുത്. ഇവിടെ നിങ്ങൾ ജില്ലാതല സെലക്ഷൻ നടത്തുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട കാര്യമെന്നത് ജില്ലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, അവിടെ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
ഓരോ ജില്ലകളിലെയും നിയമന സാധ്യത എന്തെന്നറിയുക, അവിടെയുള്ള റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം എന്തെന്നറിയുക. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം ആകണമെന്നില്ല ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിന്. റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം നിർണ്ണയിക്കപ്പെടുന്നത് നിലവിൽ നടക്കുന്ന നിയമനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ്. ഇപ്രാവശ്യം എത്ര നിയമനങ്ങൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ഒരു 500 നിയമനങ്ങൾ നടന്നാൽ 500 പേരുടെ മുഖ്യ പട്ടികയായിരിക്കും അടുത്ത പ്രാവശ്യം ലിസ്റ്റിലുണ്ടാവുക. സപ്ലിമെന്ററിയെ സംബന്ധിച്ച് കണക്കൊന്നുമില്ല, ആനുപാതികമായി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 425 പേരുടെ ഒരു മുഖ്യ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് സപ്ലിമെന്ററി ഉൾപ്പെടെയുള്ളതല്ല കേട്ടോ. സപ്ലിമെന്ററി വരുമ്പോൾ 1000 കടന്നു പോകും. ഇത് മുഖ്യ പട്ടികയുടെ കാര്യമാണ് പറയുക. മുഖ്യ പട്ടികയുടെ വലിപ്പത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ലിസ്റ്റിന് 6ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മുഖ്യ പട്ടികയിൽ 425 പേരെയാണ് ഉൾപ്പെടുത്തിയതെങ്കിലും അവിടുത്തെ നിയമന നില നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. 358 നിയമനങ്ങൾ 25/10/2023 നടന്നു എന്ന് പറയുമ്പോൾ, ഈ പട്ടിക വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മെച്ചപ്പെട്ട നിയമനമാണ് എന്ന് മാത്രമല്ല, ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ 2025 വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ലിസ്റ്റ് പൂർണ്ണമായും 3 വർഷ കാലാവധി തികയ്ക്കാതെ തന്നെ എക്സോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്തത് കൊല്ലമാണ്. 431 പേരുടെ ലിസ്റ്റാണ്. അന്ന് പട്ടികയുടെ വലിപ്പത്തിൽ 5ാം സ്ഥാനമായിരുന്നു. ഇപ്പോൾ 314 നിയമനം ഇതുവരെ നടന്നിട്ടുണ്ട്. അത് മോശമായ ഒരു നിയമനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 314 നിയമനം 27/10/2023 വരെ നടന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ കേവലം 286 പേരുടെ മുഖ്യ പട്ടിക, ഞാൻ ലിസ്റ്റ് പറയുമ്പോൾ മൊത്തം ലിസ്റ്റിന്റെ കണക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ല, മുഖ്യ പട്ടിക മാത്രം പറയേണ്ട കാര്യമേ ഉള്ളൂ. 286 പേരുടെ ഒരു പട്ടിക. ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 14ാം സ്ഥാനമായിരുന്നു. അതിൽ 202 വരെ നിയമനം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, 202 വരെയല്ല നിയമനം നടന്നത്, മെയിൻ ലിസ്റ്റിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും എല്ലാം കൂടി ഉൾപ്പെടെയാണ് 202. എല്ലാത്തിന്റെയും കണക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. തുടർന്ന് കോട്ടയത്ത് 290 പേരുടെ മുഖ്യ പട്ടിക. പട്ടികയുടെ വലിപ്പത്തിൽ 13ാം സ്ഥാനമായിരുന്നു. 119 നിയമനങ്ങൾ 21/11/2023 വരെ നടന്നിരിക്കുന്നു. ആലപ്പുഴയിൽ 375 പേരുടെ മുഖ്യ പട്ടികയാണ്. 10ാം സ്ഥാനം. മൊത്തം ലിസ്റ്റിന്റെ വലിപ്പം എടുത്താൽ 10ാം സ്ഥാനം. 159 നിയമനങ്ങൾ മുഖ്യ പട്ടികയിൽ നിന്നും ഉപപട്ടികയിൽ നിന്നുമായി 7/11/2023 വരെ നടന്നിരിക്കുന്നു. ഇടുക്കിയിൽ 291 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. 12ാം സ്ഥാനമാണ്. റാങ്ക് പട്ടികയുടെ വലിപ്പത്തിൽ, മുഖ്യ പട്ടികയുടെ വലിപ്പത്തിൽ 67 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. നിയമന നിലയിൽ കുറേയേറെ പിന്നോക്കം നിൽക്കുകയാണ് ഇന്ന് ഇടുക്കി ജില്ലയെന്ന് കാണാം. എറണാകുളം ജില്ലയിൽ അപ്രതീക്ഷിതമായി വേക്കൻസിയുടെ എണ്ണം 99 കുറഞ്ഞിരിക്കുന്നു. 4/10/2023 വരെയുള്ള കണക്കാണ്. ഇനി 11ാം മാസവും 12ാം മാസവും എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ വേക്കൻസി തടയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ 99 നിയമനങ്ങളാണ് നടന്നത്. 365 പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. തൃശൂർ ജില്ലയിലും 445 പേരുടെ ലിസ്റ്റ്. മുഖ്യ പട്ടികയുടെ വലിപ്പത്തിൽ 3ാം സ്ഥാനം. 342 പേരെ നിയമന ശുപാർശ ചെയ്തു എന്ന് പറയുമ്പോൾ നല്ല നിയമന ശുപാർശ അവിടെ നടന്നിട്ടുണ്ട്. 23/9/2023 വരെയുള്ള കണക്കിൽ തന്നെ 342 നിയമന ശുപാർശ നടന്നു. പാലക്കാട് 434 പേരുടെ മുഖ്യ പട്ടികയാണ്. ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 4ാം സ്ഥാനമായിരുന്നു. 211 പേരെ ഇതിനകം നിയമന ശുപാർശ ചെയ്തു. 14/11/2023 വരെ. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ 987 പേരുടെ ഒരു പട്ടിക. എപ്പോഴും മലപ്പുറമാണ്. നമുക്കറിയാം, LPSA സെലക്ഷന്റെ കാര്യത്തിൽ എപ്പോഴും മലപ്പുറം 1ാം സ്ഥാനത്ത് നിൽക്കും. നിയമനത്തിന്റെ കാര്യത്തിലും 1ാം സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടികയുടെ വലിപ്പത്തിലും എപ്പോഴും മലപ്പുറത്തിന് 1ാം സ്ഥാനമാണ് ലഭിക്കുക. മലപ്പുറത്തിന് 1ാം സ്ഥാനമായിരുന്നു.
അതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെ 1000 നിയമനങ്ങൾ നടന്നിരിക്കുന്നു. മുഖ്യ പട്ടികയിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുമായി 1000 നിയമനം നടന്നിരിക്കുന്നു. ഇനി കൂടുതൽ മുന്നോട്ട് പോകാതെ തന്നെ എനിക്ക് തോന്നുന്നു 6-7 മാസത്തിനുള്ളിൽ തന്നെ ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ലിസ്റ്റ് മുഖ്യ പട്ടിക 987 പേർ അടങ്ങുന്നതാണ്. ഈ 987ാമത്തെ ഉദ്യോഗാർത്ഥിയെയും മുഖ്യ പട്ടികയിൽ നിന്ന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ലിസ്റ്റ് അവിടെ വെച്ച് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകും. അപ്പൊ ഈ അവസ്ഥകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കോഴിക്കോട് 398 പേരുടെ ലിസ്റ്റായിരുന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ പട്ടികയുടെ വലിപ്പത്തിലുള്ള സ്ഥാനമാണ്. 404 നിയമനങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ മുഖ്യ പട്ടികയും മെയിൻ പട്ടികയും കൂടിയാണ് 404 നിയമനങ്ങൾ നടന്നിട്ടുള്ളതെങ്കിലും ഈ ലിസ്റ്റും എക്സോഷന്റെ വക്കിലാണ്. അതായത് 2025 വരെ യാത്ര ചെയ്യാതെ തന്നെ ഈ ലിസ്റ്റ് തീർന്നു പോകും. അതായത് മുഖ്യ പട്ടിക തീർന്നാൽ പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുക്കില്ല. അതായത് ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെ പല ജില്ലകളുടെയും ലിസ്റ്റിൽ നമ്മൾ എക്സോഷന്റേതായ ഒരു കാര്യം കാണുന്നുണ്ട്. വയനാട് 391 പേരുടെ ലിസ്റ്റ് 9ാം സ്ഥാനമായിരുന്നു. പക്ഷെ 66 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. ഇനിയും വയനാട് ലിസ്റ്റിന് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എക്സോഷൻ എന്നുള്ളൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വയനാട് ലിസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോഴില്ല. കണ്ണൂരിൽ 391 പേരുടെ ലിസ്റ്റാണ്. 8ാം സ്ഥാനമായിരുന്നു. 108 നിയമന ശുപാർശകളാണ് ഇതുവരെ നടന്നത്. 28/10/2023 വരെ. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് ചെറിയ ജില്ലയാണെങ്കിലും എപ്പോഴും LPSA നിയമന കാര്യത്തിൽ, UPSC ആകട്ടെ LPSA ആകട്ടെ, നിയമന കാര്യത്തിൽ അല്പം മുന്നോക്കം, അതിൻ്റെ ജില്ലയുടെ വലിപ്പത്തിനേക്കാൾ ഉപരി അത് മുന്നോട്ട് വരാറുണ്ട്. അന്ന് 2ാം സ്ഥാനം, 2ാമത്തെ വലിപ്പമുള്ള ലിസ്റ്റ് കാസർഗോഡിനാണ് ഇട്ടത്. കാരണം കാസർഗോഡ് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് ലിസ്റ്റ് ഏറ്റവും ആദ്യം എക്സോസ്റ്റ് ചെയ്തു പോയിരുന്നു കാസർഗോഡ്. അതുകൊണ്ട് തന്നെയാണ് 598 പേരുടെ ലിസ്റ്റ് ഇട്ടു. 324 നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇതാണ് നിയമന നില. അടുത്തത് ജില്ലാടിസ്ഥാനത്തിലുള്ള കട്ട് ഓഫ് ആണ്. ഈ കട്ട് ഓഫിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന പരീക്ഷയിൽ പ്രസക്തി ഉണ്ടോ, ഈ കട്ട് ഓഫ് നോക്കി അപേക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ നോ എന്ന് മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ കഴിയൂ. കാരണം ഓരോ ജില്ലയിലും കടന്നുണ്ടാകുന്ന ആ ഒരു കോമ്പറ്റീഷൻ എത്രമാത്രമാണോ ആ കോമ്പറ്റീഷൻ അനുസരിച്ചായിരിക്കും ഇനി കട്ട് ഓഫ് ഓരോ ജില്ലയിലും നിർണ്ണയിക്കപ്പെടുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, സ്വാഭാവികമായും മലപ്പുറത്താണ് അപേക്ഷകൾ കൺസോൾഡേറ്റ് ചെയ്തത്. അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ കട്ട് ഓഫ് പ്രകടിപ്പിച്ചത് മലപ്പുറമാണ്. 50 മാർക്ക് കട്ട് ഓഫ് വന്നു മലപ്പുറത്തിന്. ഈ പ്രാവശ്യവും മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷകൾ കൂടുതൽ ഉണ്ടാകും. അപ്പോൾ അവിടെ 50 മാർക്ക് കട്ട് ഓഫ് വന്നെങ്കിലും 1000 പേരുടെ ലിസ്റ്റ് അവിടെ ഉൾപ്പെടുത്തി. അവിടെ നിയമനങ്ങൾ വളരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിച്ച് ലിസ്റ്റിൽ കോമ്പറ്റീഷന് നേരിട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റുമെന്നുള്ളവർക്ക് മലപ്പുറം നല്ല ജില്ല തന്നെയാണ്. പക്ഷെ ഇടുക്കിയിൽ ഏകദേശം അതിൻ്റെ പകുതി കട്ട് ഓഫേ വന്നുള്ളൂ. അപ്പോൾ മലപ്പുറത്ത് എഴുതിയിരുന്ന ഒരാള് ഇടുക്കിയിൽ എഴുതിയിരുന്നെങ്കിൽ, മലപ്പുറത്ത് 51 മാർക്ക് കിട്ടിയ ഒരാള് മലപ്പുറത്ത് 49 മാർക്ക് കിട്ടിയ ഒരാള് മുഖ്യ പട്ടികയിൽ വരില്ല. പക്ഷേ ഇടുക്കിയിൽ 49 മാർക്ക് കിട്ടിയ ഒരാളിന് മുഖ്യ പട്ടികയിൽ തന്നെ സെന്ററിലേക്ക്, ഏതാണ്ട് മധ്യഭാഗത്തേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ കയറി പോകാൻ കഴിയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇത് കോമ്പറ്റീഷനിലുള്ള വ്യത്യാസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. കൂടുതൽ അപേക്ഷകൾ ഉണ്ടാകുമ്പോൾ, കൂടുതൽ ആളുകൾ ഒരു ജില്ല ഓപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ തികഞ്ഞ മത്സരമുണ്ടാകും, അവിടെ കട്ട് ഓഫ് കൂടും. പക്ഷേ വേക്കൻസി കുറഞ്ഞ ജില്ലകളിലേക്ക് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നു? വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ അവിടെ ഉണ്ടാകൂ. അങ്ങനെ വരുമ്പോൾ അവിടെ കട്ട് ഓഫ് കുറയുന്നു. ആ ഒരു സംഭവം ഇപ്രാവശ്യവും സംഭവിക്കും. കട്ട് ഓഫിൽ ഇങ്ങനെയുള്ളൊരു പ്രവണത ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് കട്ട് ഓഫുകൾ ഞാൻ ഓടെ ഒന്ന് പറഞ്ഞേക്കാം. തിരുവനന്തപുരം 42.33, കൊല്ലം 41.33, പത്തനംതിട്ട 30.67, കോട്ടയം 28.33, ആലപ്പുഴ 30.67, എറണാകുളം 34, പാലക്കാട് 41.33, കോഴിക്കോട് 46, കാസർഗോഡ് 36.33, വയനാട് 32.33, കണ്ണൂർ 37.33, കോട്ടയം 28.33.
ഇതായിരുന്നു കട്ട് ഓഫിന്റെ അവസ്ഥ. ഇനി ഇവിടെ സാധാരണ നമ്മൾ ജില്ലാതല സെലക്ഷനെ വിലയിരുത്തുമ്പോൾ സംവരണ സമുദായങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ടേണുകൾ കുറവുള്ള ചില സംവരണ സമുദായങ്ങളുണ്ട്, അവരെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് ക്യാൻസൽ ആകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു റൊട്ടേഷൻ ചാർട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഇന്ന കമ്മ്യൂണിറ്റികൾക്ക് ഇന്ന ജില്ലകൾ നല്ലതായിരിക്കാം, കാരണം അവരുടെ ടേൺ, അവർക്ക് ചിലപ്പോൾ 100-ൽ 1 ടേണേ കാണത്തുള്ളൂ, ആ ടേൺ അടുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളൊരു സൂചന നൽകാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പൊ ഈ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 വർഷം പോലും ആയിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിന് പ്രസക്തിയില്ല, അങ്ങനെ ടേൺ പറയുന്നതിൽ പ്രസക്തിയില്ല. പക്ഷെ ഇവിടെ ചില കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ച് അവർക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അത് NCA ടേണുകളാണ്, പെൻഡിങ് ആയി വരുന്ന NCA ടേണുകളാണ്. നിങ്ങൾ ST വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുമ്പോൾ ആ കാര്യം കൂടി അപേക്ഷ അയക്കുന്നതിൽ പരിഗണിക്കുക. ഞാനിവിടെ പറയുന്നത് SC STക്ക് കൊടുക്കാനുള്ള ടേണുകളാണ്. ഈ NCA എന്ന് പറയുന്നത് എന്താണ്? നോ കാൻഡിഡേറ്റ് അവൈലബിൾ. ഇപ്പോൾ NCA വന്നാൽ സാധാരണ ചെയ്യുക അത് നോട്ടിഫിക്കേഷന് വിടുക എന്നുള്ളതാണ്. പക്ഷേ SC STയെ സംബന്ധിച്ച് വന്നാൽ SC ഇല്ലെങ്കിൽ STക്ക് കൊടുക്കും, ST ഇല്ലെങ്കിൽ SCക്ക് കൊടുക്കും. പിന്നീട് വരും വർഷങ്ങളിൽ ആ കോമ്പൻസേഷൻ SCയുടെ ടേൺ വരുമ്പോൾ ST കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ STക്ക് തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് സംഭവിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ST ഉദ്യോഗാർത്ഥികൾ ഇല്ലാതെ വന്നത് കാരണം അവരുടെ ടേണുകൾ SC വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ലിസ്റ്റിൽ ST ഇല്ലാത്ത സാഹചര്യത്തിൽ 4 ടേണുകൾ SCക്ക് കൊടുത്തിട്ടുണ്ട്, ST SCക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് പിന്നീട് തിരിച്ചു കിട്ടേണ്ടതാണ്. കൊല്ലത്ത് 25 ടേണുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ കൂടിയ ടേണുകളാണ്. ഈ 25 ടേണുകൾ, അതുപോലെ ആലപ്പുഴയിൽ 25 ടേണുകൾ, പത്തനംതിട്ടയിൽ 6 ടേണുകൾ, എറണാകുളത്ത് 9 ടേണുകൾ, തൃശ്ശൂരിൽ 4 ടേണുകൾ, മലപ്പുറത്ത് 81 ടേണുകൾ, കോഴിക്കോട് 43 ടേണുകൾ. ഞാനിത് പറയുമ്പോൾ SC ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്താണ് കരുതേണ്ടത്? ഇവിടെ കൊല്ലം ജില്ലയിലെ 25 ടേണുകൾ SC വിഭാഗം STക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് STക്ക് നേട്ടമായി ഭവിക്കും. ST വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൊല്ലം ജില്ലക്കാരനാണെങ്കിൽ കൊല്ലം ജില്ല വിട്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം അടുത്ത പ്രാവശ്യം, കാരണം ഈ റൊട്ടേഷൻ ചാർട്ടിൽ STക്ക് 2% റിസർവേഷൻ, പക്ഷെ SCക്ക് 8%. അപ്പൊ അടുത്ത പ്രാവശ്യം SCയുടെ 8% ആ സംവരണത്തിൽ നിന്നും വരുന്ന ടേണുകളൊക്കെ, അവരുടെ ടേണുകളൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് STക്ക് കൊടുക്കും. ആലപ്പുഴയിലും അത് സംഭവിക്കും. 25 ടേൺ, 4 ടേണൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പത്തനംതിട്ടയിൽ 6 ടേണുകൾ, എറണാകുളത്ത് 9 ടേണുകൾ, തൃശ്ശൂരിൽ 4 ടേണുകൾ പറയുന്നു. പക്ഷെ ലിസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും ഇതിന്റെ വലിപ്പം കുറച്ചുകൂടി കൂടുമായിരിക്കാം. പക്ഷെ മലപ്പുറത്ത് നോക്കൂ, SC STക്ക് കൊടുക്കാനുള്ളത് 81 ടേണുകളാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുക? മലപ്പുറം ജില്ല ഒരു ST കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജില്ലയാണ്. പക്ഷേ ഒരു SC ഉദ്യോഗാർത്ഥി മലപ്പുറം ജില്ലയിലേക്ക് അയക്കുന്നതിന് മുൻപ് 10 പ്രാവശ്യം ആലോചിക്കണം. അടുത്ത പ്രാവശ്യം ST കാൻഡിഡേറ്റ് ആരും ലിസ്റ്റിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങളുടെ ടേൺ മറ്റവർക്ക് പോവില്ല. ST കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ വീണ്ടും STയുടെ ടേൺ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ST കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ SCയുടെ ടേൺ വരുന്നത് SCക്ക് കിട്ടില്ല, STക്കേ പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനുള്ള 40% മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മലപ്പുറം STയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ജില്ല, SCയെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായ ഒരു ജില്ല അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അത് തന്നെയാണ് കോഴിക്കോടിന്റെ അവസ്ഥ. 43 ടേണുകൾ, ഇനിയും ടേണുകൾ കൂടി വരും.
അവിടെയും എസ് ടിയെ സംബന്ധിച്ചിടത്തോളം, എസ് ടി കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലക്കാരുണ്ടെങ്കിൽ അവിടം വിട്ടൊന്നും പോവണ്ട, നിങ്ങൾ അവിടെ തന്നെ അയക്കുക. ഇനി പുറത്തുനിന്നുള്ള ചില ജില്ലക്കാർക്കുമൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ വയനാടൊക്കെ എസ് ടി ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളല്ലേ, അവിടെ നിന്ന് കുറച്ച് എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ കോഴിക്കോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിലും വന്നുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. എസ് ടിക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ എസ് സിയെ സംബന്ധിച്ച് ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ 2 ജില്ലകൾ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ, ഈ 4 ജില്ലകൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കുമ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക. എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 ജില്ലകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജില്ലയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം എസ് ടി കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എസ് ടി ആരും അപ്ലൈ ചെയ്യുന്നില്ല, ലിസ്റ്റിലും വരുന്നില്ല എങ്കിൽ പ്രശ്നമില്ല. പക്ഷേ എസ് ടി ഉണ്ടെങ്കിൽ അവർക്ക് ടേണുകൾ നഷ്ടമാകുന്ന ജില്ലയാണെന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത് OX അല്ലെങ്കിൽ SCC എന്ന വിഭാഗം. പട്ടികജാതിയിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു വരുന്നവരാണ് OX എന്നറിയപ്പെടുന്നത്. ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവരാണ് OX, അതർ ക്രിസ്ത്യൻ അല്ലെങ്കിൽ SCCC എന്നറിയപ്പെടുന്നത്. ഈ SCC വിഭാഗം ഞാൻ ഈ പറയുന്ന 3 ജില്ലകൾ മനസ്സിൽ വെക്കുക. ഈ 3 ജില്ലകൾ ഇപ്പോൾ അവർക്ക് അനുകൂലമല്ല. അവരെ സംബന്ധിച്ച് റിസർവേഷൻ ലഭ്യമാകുവാൻ അനുകൂലമല്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കോട്ടയം ജില്ലയിൽ 41 ടേണുകൾ തിരിച്ചു കൊടുക്കണം. OX 41 ടേണുകൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 പേരുടെ നിയമനം വരുമ്പോൾ ആകെ 1 ടേണാണ് OXനുള്ളത്. ആ OX 41 ടേണുകൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര നാള് പിടിക്കും? അതുകൊണ്ട് തന്നെ കോട്ടയത്ത് OX കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 40% ഓപ്പൺ കോമ്പറ്റീഷനിൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയൂ. അതുതന്നെയാണ് ഇടുക്കിയിലെ അവസ്ഥ. ഇടുക്കിയിൽ 12 ടേണുകളാണ്, ഇത് തിരിച്ചു കൊടുക്കണം. കണ്ണൂരിലും 12 ടേണുകൾ തിരിച്ചു കൊടുക്കണം. ഈ 12നെയും നിസ്സാരമായി കാണേണ്ട. കാരണം 100-ൽ 1 മാത്രമാണ് SSCക്ക് വരിക. ആ 100-ൽ 1 മറ്റു കമ്മ്യൂണിറ്റിക്കായി തിരിച്ചു കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമാകും. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകൾ OXനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ജില്ലയാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. അടുത്തത് ഈഴവ വിഭാഗം. നമുക്കറിയാം, റിസർവേഷൻ ചാർട്ടിൽ ഈഴവ, ബില്ലവ, തീയ ഈ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉള്ളത്, 14% റിസർവേഷൻ. പക്ഷെ അവർക്ക് കണ്ണൂർ ജില്ല ഈ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജില്ല തന്നെയാണ്. ഈഴവ വിഭാഗത്തെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകും. അതിന്റെ കാരണം 111 ടേണുകൾ വിവിധ സമുദായങ്ങൾക്കായി തിരിച്ചു നൽകണം. അപ്പൊ നിങ്ങളെ പലരും ആലോചിക്കുക, എങ്ങനെയാണ് ഈ NCA ഇങ്ങനെ ഇത്രമാത്രം കുന്നുകൂടിയത്? നമുക്കറിയാം, ഒരു നിശ്ചിത കാലം മുതൽ ഇങ്ങോട്ട് NCA ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ വിടുകയാണ്. പക്ഷേ ആ നോട്ടിഫിക്കേഷന് വിടാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നുണ്ടായ NCAകളാണ്. അന്ന് മറ്റു സമുദായത്തിൽ ആളുകൾ ഇല്ലാതെ വരുമ്പോൾ ലിസ്റ്റിൽ അവശേഷിക്കുന്ന സമുദായത്തിന് അവരുടെ ടേണുകൾ നൽകുമായിരുന്നു. അങ്ങനെ അന്ന് ഇഴവയ്ക്ക് കിട്ടിയ ആ ടേണുകൾ ഇന്ന് വലിയൊരു കടമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. 111 ടേണുകൾ കൊടുക്കണം. ഇഴവയെ സംബന്ധിച്ച് 111 ടേണുകൾ വലിയ കാര്യമൊന്നുമല്ല. റൊട്ടേഷൻ ഒരു 800 പേരുടെ നിയമനമൊക്കെ നടക്കുമ്പോൾ 800 പേരുടെ നിയമനം നടന്നു കഴിഞ്ഞാൽ ഇത് അങ്ങില്ലാതായി തീരും. കാരണം ആ 800 പേരുടെ നിയമനം നടക്കുമ്പോൾ ഓരോ 100-ലും 14 ടേൺ വെച്ച് ഉണ്ട്. പക്ഷേ ഈ 14 ടേൺ ഈഴവയ്ക്കല്ല കിട്ടുക. ഈഴവ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്കായിരിക്കും പോവുക. അങ്ങനെ പോകുമ്പോഴേ ഇത് തീർന്നു കിട്ടും. പക്ഷെ അങ്ങനെ പോകുമോ ഈ ലിസ്റ്റ്? കണ്ണൂരിൽ നമ്മൾ ഈ കരുതുന്നത് പോലെ ഇനി 600-ഓ 700-ഓ ഒക്കെ ഫ്രഷ് വേക്കൻസികളൊക്കെ വരുമോ? വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ലിസ്റ്റിലും ഈ പറഞ്ഞ NCA ടേണുകൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈഴവ ഉദ്യോഗാർത്ഥികൾ അല്പം ശ്രദ്ധ പുലർത്തുക. അവിടെ ഈ ഈഴവ ടേണുകൾ കിട്ടാനുള്ള ചില കമ്മ്യൂണിറ്റികളുണ്ട്. അവർക്ക് കണ്ണൂരിൽ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊന്ന് മുസ്ലിം സമുദായത്തിന് ഈഴവ സമുദായത്തിൽ നിന്ന് 52 ടേണുകൾ ലഭിക്കണം. നല്ല നേട്ടമാണത്. ഇപ്പോഴും ഈ പ്രാവശ്യവും ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഈഴവ ടേണുകളിലൊന്നും തന്നെ ഈഴവയ്ക്ക് നിയമനം കിട്ടിയിട്ടില്ല. അവർ ഈ 40% മാത്രമേ കയറിപ്പോകുന്നുള്ളൂ.
ഈഴവ ടേണുകളൊക്കെ മറ്റു സമുദായത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് തന്നെ ധാരാളം ടേണുകൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും 52 ടേണുകൾ കൊടുക്കാനുണ്ട്. ഈ 52 ടേണുകളിൽ ഇനി ഈ റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകാം. എങ്കിലും ഈ 52 അങ്ങനെ ചുരുങ്ങി വന്നാൽ പോലും ഒരു 20, 19, 16 ഒക്കെ ആയിട്ട് അവിടെ അവശേഷിക്കാം. അപ്പോൾ അത് മുസ്ലിം കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കണ്ണൂർ ജില്ലയുള്ളൊരു മുസ്ലിം കാൻഡിഡേറ്റ് വേറൊരു ജില്ലയിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. LCയെ സംബന്ധിച്ച് 11 ടേണുകൾ കിടപ്പുണ്ട്, ഈഴവയിൽ നിന്ന് കിട്ടാനുള്ളതാണ്. SCക്ക് 33 ടേണുകൾ കിട്ടാനുണ്ട്. STക്ക് ഇവിടെ അവരിൽ നിന്ന് 8 ടേണുകൾ കിട്ടാറുണ്ട്. ഹിന്ദു നാടാർക്ക് ഇവിടെ 7 ടേണുകൾ കിട്ടാനുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിന്റെ ഇപ്പോഴുള്ള ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഇത് കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ, ഈ ടേണുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഈ ടേണുകളിൽ കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും LC കമ്മ്യൂണിറ്റിക്കും SC കമ്മ്യൂണിറ്റിക്കും ST കമ്മ്യൂണിറ്റിക്കും ഹിന്ദു നാടാർ കമ്മ്യൂണിറ്റിക്കും അത് പ്രയോജനകരമായിരിക്കും. പക്ഷേ ഈഴവ വിഭാഗത്തിന് പ്രതികൂലമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 111 ടേണുകളുണ്ട്. 111 ടേണുകളിൽ ഇനിയൊരു അവിടെ ഏറ്റവും മാക്സിമം വന്നാൽ ഒരു 250 ഫ്രഷ് വേക്കൻസികൾ വരുന്നതായിട്ട് കണക്കാക്കൂ. 250 വന്നാൽ തന്നെ 14, 14, 28, 28ഉം 7ഉം 35. 35 എണ്ണമല്ലേ അപ്പോഴും പോകത്തുള്ളൂ. 35 ടേണുകൾ പോയി കഴിഞ്ഞാലും പിന്നെയും കിടക്കുകയല്ലേ. പിന്നെയും 50-ൽ പരം ടേണുകൾ മിച്ചം കിടക്കും. 50-ൽ പരമല്ല, ഏകദേശം 70-ൽ പരം ടേണുകൾ മിച്ചം കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്ക് ഒരു ചൂണ്ടുപലകയാണ്. കണ്ണൂരിൽ ഈഴവ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. കാസർഗോഡ് ജില്ലയും ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ബലിയേറ മലയാണ്. കാരണം ഏകദേശം 40 ടേണുകൾ വിവിധ സമുദായങ്ങൾക്കായി തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ലിസ്റ്റ് ഏകദേശം ഒക്കെ അങ്ങ് എക്സോസ്റ്റ് ആകാറായൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി റൊട്ടേഷൻ കൂടുതൽ അങ്ങനെ നീങ്ങാനുള്ള സാധ്യതയൊന്നും അവിടെ ഇല്ല. അങ്ങനെ വന്നാൽ പോലും ഇതിലൊരു 10, 20 അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന 40 ടേണുകളിൽ ഒരു 15, 16 ടേണുകൾ അടുത്ത പ്രാവശ്യം അവശേഷിക്കുക. അപ്പോൾ അതൊന്ന് കഴിയുന്നത് വരെ, ആ ടേണുകൾ അത്രയും തിരിഞ്ഞു മാറുന്നത് വരെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിലായോ? എന്ന് കരുതി കിട്ടാനുള്ള ചാൻസ് പൂർണ്ണമായും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ കോമ്പൻസേഷൻ മിച്ചം കിടക്കുന്നുണ്ടെങ്കിൽ ആ കോമ്പൻസേഷൻ തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നീട് റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ സമുദായ ടേണുകൾ വരുമ്പോൾ ആ സമുദായത്തിന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ആ സമുദായം ഏത് സമുദായത്തിനാണോ കൊടുക്കാനുള്ളത് ആ സമുദായത്തിന് പോവുകയാണ് ചെയ്യുക. മുസ്ലിം അനുകൂല ടേണുകളുള്ള ജില്ലകൾ നമ്മളൊന്ന് പരിഗണിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു 70 ടേണുകൾ മുസ്ലിം വിഭാഗത്തിന് തിരിച്ച് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ടേണുകൾ, ഈ 70 പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 ടേണുകളെങ്കിലും അവർക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ നേട്ടം ഉണ്ടാകും. ഈഴവ വിഭാഗത്തിൽ നിന്നും പിന്നെ OBC വിഭാഗത്തിൽ നിന്നും ഒക്കെയാണ് തിരിച്ചു കിട്ടേണ്ടത്, അത് തിരിച്ചു കിട്ടും. കാസർഗോഡ് 73 ടേണുകൾ OBCയിൽ നിന്ന് തിരിച്ചു കിട്ടാനുണ്ട്. നോക്കണം, മുസ്ലിം സമുദായത്തിന് OBCയിൽ നിന്ന് 73 ടേണുകൾ തിരിച്ചു കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ കാസർഗോഡ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ജില്ലയാണ്. പക്ഷെ OBCയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 വട്ടം ആലോചിച്ചതിന് ശേഷമേ കാസർഗോഡ് അപേക്ഷ കൊടുക്കാവൂ. 21 ടേണുകൾ ഈഴവ വിഭാഗത്തിൽ നിന്നും ലഭിക്കാനുണ്ട് മുസ്ലിം സമുദായത്തിന്. പക്ഷേ 20 എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അതങ്ങ് ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാസർഗോഡിനെ സംബന്ധിച്ച് ഈഴവ വിഭാഗം അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ തന്നെ 21 ടേണുകളിൽ ഭൂരിഭാഗം ടേണുകളും കൊടുത്തു തീരും. 21 ടേണുകളല്ലേ ഉള്ളൂ. 100 നിയമനം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം 100 റൊട്ടേഷൻ വരുമ്പോൾ 14 എണ്ണം പോകാറുണ്ട്. അപ്പോൾ ഒരു 100, 150 നിയമനം നടക്കുമ്പോൾ തന്നെ ഇത് ചുരുങ്ങി വരും. അതുകൊണ്ട് കാസർഗോഡ് ഈഴവ വിഭാഗം അത്ര പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ OBC കാസർഗോഡിനെ ഭയക്കണം. OBC 73 ടേണുകളാണ് കൊടുക്കാനുള്ളത്. പിന്നെ OBC പ്രതികൂല ജില്ലയായി ഞാൻ വിലയിരുത്തുന്നത് കാസർഗോഡും കണ്ണൂരുമാണ്. അവിടെ ഈ റിസർവേഷന്റെ സ്ഥിതി വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ PSCയുടെ വെബ്സൈറ്റിലെ അപ്പോയിന്റ്മെന്റ് ചാർട്ടിലെ NCA ടേണുകൾ, പെൻഡിങ് ടേണുകൾ നൽകിയിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ജില്ലകളുടെ അപ്പോയിന്റ്മെന്റ് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേണുകളുടെ സ്ഥിതിവിവര കണക്ക് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അപേക്ഷ അയക്കുക. എല്ലാ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും
സ്വന്തം ജില്ലയിൽ അപേക്ഷിച്ച് നിങ്ങൾക്ക് അവിടെ റാങ്ക് ലിസ്റ്റ് എത്തുകയും ജോലി കൈക്കലാക്കുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് മറ്റൊരു മാർഗമില്ല, പരിമിതികളുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം മറ്റൊരു ജില്ലയിലേക്ക് പോയാൽ മതി. അവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയിൽ നമ്മൾ പഠിച്ച ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലും നമുക്ക് ലിസ്റ്റിൽ വരാൻ കഴിയും. നന്നായി പഠിക്കണം. ഇവിടെ നമ്മൾ ദൂരെയുള്ളൊരു ജില്ല വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ 5 വർഷം അവിടെ കഴിയേണ്ടി വരും. 5 വർഷം കഴിഞ്ഞ് നമ്മുടെ ടേൺ വന്നാൽ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. ഈ ജില്ലയിൽ വരുമ്പോൾ അവിടെ ഏറ്റവും ജൂനിയറായി മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അവശ്യമായ സാഹചര്യങ്ങളിൽ നമുക്ക് ജില്ല മാറാം. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അപേക്ഷ ഒരു ജില്ലയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പിന്തിരിഞ്ഞു നോക്കണ്ട, അത് അയച്ചത് തന്നെയാണ്. പിന്നീട് നമ്മൾ പഠിക്കുക, നേടുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.